നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് കാർഡിയോളജിസ്റ്റുകളെ നിയമിക്കണമെന്ന യൂത്ത് കോൺഗ്രസ്. രോഗികളുടെ ദുരിതം ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു. ആശുപത്രിയിൽ 5 കാർഡിയോളജിസ്റ്റുകൾ വേണ്ട സ്ഥാനത്ത് ആകെയുള്ളത് ഒരു ഡോക്ടർ മാത്രം. പട്ടാമ്പിയിൽ വൻ കഞ്ചാവ് വേട്ട. 12.5 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. പട്ടാമ്പിയിൽ കഴിഞ്ഞ ദിവസം MDMA പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മുള്ളൂർക്കരയിൽ മദ്യവിൽപ്പനയ്ക്കിടെ 78-കാരൻ എക്സൈസിന്റെ പിടിയിൽ. ദേശീയപാത കല്ലിടുക്കിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശി മരിച്ചു. നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ മറ്റൊരു ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ മറ്റൊരാൾക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് തമിഴ്നാട് കാരൂർ സ്വദേശി 40 വയസ്സുള്ള അറുമുഖ സുന്ദര പെരുമാൾ. ലക്കിടി പേരൂർ പഞ്ചായത്തിൽ 52 കോടിയുടെ വാർഷിക ബജറ്റ്. ഭവന നിർമ്മാണത്തിന് പ്രത്യേക ഊന്നൽ. ഉൾനാടൻ ഗതാഗത വികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കും മുൻഗണന. കാത്തിരുന്ന പൂരമെത്തി. ചിനക്കത്തൂരിൽ ആഘോഷ നിറവ്. കുതിരക്കളിയോടെ കാവങ്കണത്തിൽ കാഴ്ചകളുടെ വിസ്മയമുണരും. വർണ്ണാഭമായി ദേശമംഗലം കൊട്ടിപ്പാറയ്ക്കൽ പൂരം. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് കാർഡിയോളജിസ്റ്റുകൾ ഇല്ലാത്തത് രോഗികളെ ദുരിതത്തിലാക്കിയെന്ന് യൂത്ത് കോൺഗ്രസ്. ആശുപത്രി ജീവനക്കാർ സ്വകാര്യ ആശുപത്രികൾക്കായി വിടുവേല ചെയ്യുകയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു. ഇന്ന് ഇറക്കിയില്ലെങ്കിൽ നാളെ ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ആശുപത്രിയിലേക്ക് വിടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് എങ്കിൽ അവരുടെ കൈക്കൂലി, ആ കൈക്കൂലി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് തരാൻ തയ്യാറാണെന്ന്. നിങ്ങൾ അവരിവിടെ ചികിത്സിക്ക്. നിങ്ങൾക്ക് തരേണ്ട കൈക്കൂലി യൂത്ത് കോൺഗ്രസ് പിരിവെടുത്ത് തരാം. നിങ്ങൾ അവരിവിടെ ജില്ലാ ആശുപത്രി ചികിത്സിക്കും. നിങ്ങൾക്ക് കൈക്കൂലിയാണ് വേണ്ടതെങ്കിൽ ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ ഈ ഡോക്ടർമാർക്കും നിങ്ങൾക്കൊക്കെ തരുന്ന കൈക്കൂലി യൂത്ത് കോൺഗ്രസ് പിരിച്ചു തരാം. നിങ്ങൾ ഇവിടെ ചികിത്സ കൊടുക്കുക സാധാരണക്കാർക്ക്. മാഡം പറയേണ്ടത് വീണാർ ജോർജിന് ഇതിന് കഴിവില്ല, അത് എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് അറിയില്ല, മന്ത്രിക്ക് ഇതിനുള്ള കഴിവില്ല, സർക്കാരിനുള്ള കഴിവില്ല എന്ന് വ്യക്തമായിട്ട് മാഡം പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞല്ലോ, സർക്കാരാണ് ചെയ്യേണ്ടത്. സർക്കാർ ചെയ്യിപ്പിക്കേണ്ടത് ഇവിടുത്തെ പോസ്റ്റിനും ഇവിടെ സാധാരണപ്പെട്ട ആളുകളും. ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് കാർഡിയോളജിസ്റ്റുകൾ ഇല്ലാത്തത് മൂലം നൂറുകണക്കിന് രോഗികളാണ് ദുരിതമനുഭവിക്കുന്നത്. 5 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത്. ഫ്ലോട്ടിംഗ് അടിസ്ഥാനത്തിൽ നിയമിച്ച ഡോക്ടറെ അടുത്തിടെ സ്ഥലം മാറ്റിയത് രോഗികൾക്ക് ദുരിതമായി. ആഴ്ചയിൽ 2 ദിവസം OPയും 80 പേർ എന്ന പരിശോധനാ പരിധിയും രോഗികളെ വലയ്ക്കുകയാണ്. കാർഡിയോളജിസ്റ്റ് ഉള്ള ദിവസം പോലും രോഗാവസ്ഥയിൽ വരുന്നവരെ സ്വകാര്യ ആശുപത്രികളിലേക്ക് അയക്കാനാണ് ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാർ തിടുക്കം കാണിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ജില്ലാ ആശുപത്രിയിൽ മരുന്നും മറ്റ് പരിശോധനകളും ലഭ്യമല്ലാത്തതും രോഗികളെ ദുരിതത്തിലാക്കുന്നുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. എല്ലാ ദിവസവും OP പ്രവർത്തിപ്പിക്കാമെന്നും ഡോക്ടറുടെ കുറവ് നികത്താൻ അടിയന്തരമായി ഇടപെടാമെന്നുമുള്ള DMO ഡോക്ടർ വിദ്യയുടെ ഉറപ്പിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് ഉപരോധം അവസാനിപ്പിച്ചത്. ഡോക്ടർമാരുടെ കുറവ് നികത്തിയില്ലെങ്കിൽ DMOയെ തടയുന്നതുൾപ്പെടെയുള്ള സമരം നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. നേതാക്കളായ സദ്ദാം ഹുസൈൻ, ഹരിദാസ് മച്ചിങ്ങൽ, പ്രശോഭ, C. നിഖിൽ, VS വിപിൻ, പ്രദീപ് മാത്തൂർ, നവാസ് മാങ്കാവ്, പൂവക്കോട് സജീവ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിൽ വൻ കഞ്ചാവ് വേട്ട. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് പ്രത്യേക സംഘം 12.5 കിലോ കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി 29 വയസ്സുള്ള റബിയുൾ മലിദയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘം പരിശോധന നടത്തി വരുന്നതിനിടെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് 12.427 ഗ്രാം കഞ്ചാവുമായി
വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 29 വയസ്സുള്ള റബിനുൾ മലിദ പിടിയിലായത്. പട്ടാമ്പി മേഖലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഒരു വർഷത്തിനിടെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് 28 കേസുകളും ലഹരി ഉപയോഗത്തിന് 255 കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ, പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI K മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുള്ളൂർക്കരയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ വയോധികനെ വടക്കാഞ്ചേരി റേഞ്ച് ഇൻസ്പെക്ടർ ജിൻ സൈമന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. മുള്ളൂർക്കര കണ്ണമ്പാറ ദേശത്ത് മന വഴിവളപ്പിൽ 78 വയസ്സുള്ള ഗംഗാധരനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. 1-ാം തീയതിയും മറ്റു ഉത്സവ ദിവസങ്ങളിലും ഇരട്ടി വിലയ്ക്കാണ് ഇയാൾ മദ്യം വിൽക്കുന്നതായി പറയുന്നത്. പ്രതിയെ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പട്ടാമ്പിയിൽ 148.15 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ബംഗളൂരുവിൽ നിന്ന് MDMA കൊണ്ടുവരുന്നതിന് സഹായം ചെയ്തു കൊടുക്കുന്ന വളാഞ്ചേരി വലിയകുന്ന് പള്ളിയാലിൽ വീട്ടിൽ മുഹമ്മദ് ഫജാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പട്ടാമ്പി മീൻ മാർക്കറ്റിന് സമീപം 148.15 ഗ്രാം MDMAയുമായി പിടികൂടിയ കേസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ബംഗളൂരുവിൽ നിന്ന് MDMA കൊണ്ടുവരുന്നതിന് സഹായം ചെയ്യുന്ന വളാഞ്ചേരി വലിയകുന്ന് പള്ളിയാലിൽ വീട്ടിൽ മുഹമ്മദ് ഫജാസിനെ കുറിച്ച് വിവരം ലഭിച്ചത്. 22 വയസ്സുള്ള ഫജാസ് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണെന്നും ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളായ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI K മണികണ്ഠൻ, പ്രൊബേഷൻ SI K ശ്രീരാഗ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദേശീയപാതയിലെ കല്ലിടുക്കിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ മറ്റൊരു ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തമിഴ്നാട് കരൂർ സ്വദേശി 40 വയസ്സുള്ള അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. ലോറിയിലുണ്ടായിരുന്ന മറ്റൊരാളുടെ പരിക്ക് ഗുരുതരമാണ്. കഴിഞ്ഞ രാത്രി 2 മണിയോടെയായിരുന്നു അപകടം. പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. കേടായതിനെ തുടർന്ന് ദേശീയപാത കല്ലിടുക്കിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിലാണ് മറ്റൊരു ചരക്ക് ലോറി വന്നിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. തമിഴ്നാട് കരൂർ സ്വദേശി 40 വയസ്സുള്ള അറുമുഖ സുന്ദര പെരുമാളാണ് അപകടത്തിൽ മരിച്ചത്. കരൂർ വേലുസ്വാമിപുരം സ്വദേശി 45 വയസ്സുള്ള ശക്തിവേലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭവന നിർമ്മാണം, ഉൾനാടൻ ഗതാഗത വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകി ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 52 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് CA നസ്രീൻ അവതരിപ്പിച്ചത്. 52,40,09,562 രൂപ വരവും 50,87,96,000 രൂപ ചെലവും 11,62,3562 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് CA നസ്രീൻ അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു ബജറ്റ് അവതരണ യോഗം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P വിജയകുമാർ, K ഹരി, കുമാരി ദേവി, സെക്രട്ടറി PM ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഭവന നിർമ്മാണത്തിനും ഗതാഗതത്തിനും ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. ഭവനരഹിതരായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി 5 കോടി രൂപയും ഗതാഗത മേഖലയ്ക്ക് 2.51 കോടി രൂപയും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനായി 15 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഈ വർഷത്തെ 25-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് പഞ്ചായത്ത് ഭരണസമിതി യോഗം ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചു. ആ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിലവിൽ തുടർന്നു വരുന്ന പഞ്ചായത്തിൻ്റെ അഭിമാന പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഭവന നിർമ്മാണ രംഗത്ത് അർഹരായ എല്ലാ അപേക്ഷകർക്കും
വീട് നൽകുക എന്നുള്ളതാണ്. ഈ വർഷം 359 പേർക്കാണ് വീട് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നീക്കിവെച്ചിട്ടുള്ളത്. നേരത്തെ കൊടുത്തു വന്നതും നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായ വീടുകളും ചേർത്തിയാൽ ഏതാണ്ട് പഞ്ചായത്തിലെ അർഹരായിട്ടുള്ള എല്ലാ അപേക്ഷകർക്കും ഈ 25-26 വർഷത്തോടുകൂടി വീടുകൾ പൂർണ്ണമായി അതിനുള്ള ധനസഹായം നൽകാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 1000 കുടുംബങ്ങൾക്ക് ആടുകളെ നൽകുന്ന ആട് ഗ്രാമം പദ്ധതിക്ക് ബജറ്റിൽ 35 ലക്ഷം രൂപ വകയിരുത്തി. 1000 കുടുംബങ്ങൾക്ക് 2 ജോഡി ആടുകളെയാണ് നൽകുക. ആദ്യഘട്ടത്തിൽ 7-8 വാർഡുകളിൽ തെരഞ്ഞെടുക്കുന്ന 50 കുടുംബങ്ങൾക്കാണ് ആടുകളെ നൽകുന്നത്. 3 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇന്ന് ചിനക്കത്തൂർ പൂരം. 7 ദേശങ്ങളുടെ തട്ടകം ഉത്സവ നിറവിൽ അമർന്നു കഴിഞ്ഞു. കാവങ്കണത്തിലേക്ക് ഇതിനകം തന്നെ ജനപ്രവാഹം ആരംഭിച്ചിട്ടുണ്ട്. കിഴക്കു പടിഞ്ഞാറൻ പന്തികളിൽ അണിനിരക്കുന്ന 16 കുതിരക്കോലങ്ങൾ മാമാങ്ക സ്മൃതികൾ ഉണർത്തി അരങ്ങ് വാഴുന്നതോടെ ഉത്സവമുറ്റത്ത് കാഴ്ചകളിലെ ചെപ്പു തുറക്കും. ഇരുപന്തികളിലുമായി 27 ഗജവീരന്മാരാണ് അണിനിരക്കുക. അയ്യയ്യോ ആർപ്പുവിളികൾ ദേശങ്ങളിൽ അലയടിക്കുകയാണ്. ദേശമംഗലം കൊട്ടിപ്പാറയ്ക്കൽ പൂരം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ദേശമംഗലം വിരട്ടാണത്ത് ഭഗവതിയുടെ ആറാക്കളം പൂരാഘോഷമാണ് കൊട്ടിപ്പാറയ്ക്കൽ പൂരം എന്നറിയപ്പെടുന്നത്. കനത്ത ചൂട് വകവയ്ക്കാതെ ആയിരക്കണക്കിന് ആളുകൾ പൂരാഘോഷങ്ങളിൽ പങ്കെടുത്തു. കിഴക്കുമുറി, പടിഞ്ഞാറ്റുമുറി, ആറ്റുപുറം, ദേശമംഗലം, പല്ലൂർ എന്നീ 5 വിഭാഗങ്ങളുടെ 13 ഗജവീരന്മാർ ആഘോഷത്തിൽ അണിനിരന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആനകൾ കാവിലേക്കെത്തി ദേവിയെ നമസ്കരിച്ചു മടങ്ങി. കറ്റുവട്ടൂർ, ചിറക്കോവന്റി എന്നിവിടങ്ങളിൽ കാളവേലയും പറവേലയും കാവിലെത്തി. കൂടാതെ വിവിധ കമ്മിറ്റികളുടെ പഞ്ചവാദ്യങ്ങളും ചെണ്ടമേളങ്ങളും ശിങ്കാരിമേളവും തമ്പോലവും എന്നിവയും നടന്നു. രാത്രി തായമ്പകയും പൂരം ആവർത്തനവും നടന്നു. വീരസ്ഥാനം വിരട്ടാണത്ത് ഭഗവതിയുടെ ആറാങ്കളം പൂരാഘോഷമാണ് കൊട്ടിപ്പാറയ്ക്കൽ പൂരം. 8 ദിവസത്തെ വിവിധ ദേശങ്ങളിലെ ആഘോഷങ്ങൾക്ക് ശേഷം 10ാം ദിവസം ആറാട്ടോടുകൂടി വിരട്ടാണത്ത് ഭഗവതിയുടെ ആഘോഷ ചടങ്ങുകൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനും പൂക്കാസയുടെ സജീവ പ്രവർത്തകനുമായിരുന്ന വിനോദ് മണ്ണൂരിനെ പുരോഗമന കലാസാഹിത്യ സംഘം മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട എല്ലാം വളരെ സജീവമായി പാർട്ടി രംഗത്തേക്ക് വരികയും ചെയ്ത സഖാവാണ്. വന്നപ്പോൾ നമുക്കറിയാം, ഒരുപാട് ഈ മണ്ണൂരിലെ കലാ സാംസ്കാരിക മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് പ്രിയപ്പെട്ട വിനോദ്. പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത 2021 നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സജ്ജീകരിക്കാൻ ആ സഖാവ് എന്നോട് ചുമതലപ്പെടുത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിസ്മയം തീർക്കുകയാണ് ആ സഖാവ് ചെയ്തത്. ബ്രിജേഷ് NS അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ കടമ്പുഴിപ്പുറം അനുസ്മരണ പ്രഭാഷണം നടത്തി. പി. ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു. മുരളി മണ്ണൂർ, മുരളി മങ്കര എന്നിവർ സ്വന്തം കവിതകൾ ആലപിച്ചു. രമേശ് മങ്കര കഥയും എഴുത്തുകാരൻ AV ശശി നഗരിപ്പുറം വായനാസ്വാദനവും നടത്തി. പീതാംബരൻ മണ്ണൂർ, രാമകൃഷ്ണൻ കടമ്പുഴിപ്പുറം, ഷബ്ന KP എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കല്ലക്കാട് VMUP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ പഠനോത്സവം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഷൌഫിക് ഉദ്ഘാടനം ചെയ്തു. BRC കോർഡിനേറ്റർ രുക്മൻ ടീച്ചർ, SRG കൺവീനർ ശുഭ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക നയന സ്വാഗതവും മുതിർന്ന അധ്യാപിക രൂപ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ പഠന മികവുകൾ വേദിയിൽ അരങ്ങേറി. വിവിധ വിഷയങ്ങളിലെ പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ സ്റ്റാൾ പഠനോത്സവത്തിൽ ശ്രദ്ധേയമായി. അറബി അക്ഷരങ്ങൾ കൊണ്ട് ഒരുക്കിയ സമുന്നതരായ നേതാക്കന്മാരുടെ കാലിഗ്രാഫികളും 1 മുതൽ 4 വരെ അറബി പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വിസ്മയം സൃഷ്ടിച്ചു. സ്കൂളിലെ അറബി അധ്യാപകനായ സൈഫുള്ളയുടെ നേതൃത്വത്തിലാണ് സ്റ്റാൾ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി വിളയൂരിൽ ശോചനീയാവസ്ഥയിലായ ക്ഷേത്രകുളം ശുചീകരിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. നിരവധി പേർക്ക് ഉപയോഗപ്രദമായ വിളയൂർ
കരിങ്ങനാട് കരിപ്പമണ്ണ ശിവക്ഷേത്രക്കുളമാണ് ശുചീകരിച്ചത്. നിരവധി ജനങ്ങൾ ഉപയോഗിക്കുന്ന വെളിയൂരിലെ കരിങ്ങനാട് ഉള്ള കരിപ്പമണ്ണ ശിവക്ഷേത്രക്കുളം ഏറെക്കാലമായി ശോചനീയാവസ്ഥയിലായിരുന്നു. അരികിടിഞ്ഞും ചളിയും പായലും നിറഞ്ഞ് കിടന്നിരുന്ന കുളം ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ സഹകരണത്തോടെയാണ് വൃത്തിയാക്കിയത്. ക്ഷേത്രത്തിലെത്തുന്ന ജനങ്ങൾ ഉപയോഗിക്കുന്ന വലിയ കുളം പ്രദേശത്തെ പ്രധാന ജലസ്രോതസ് കൂടിയാണ്. ചണ്ടി ഏകദേശം വാരിക്കഴിഞ്ഞ് കുളം ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ കയ്യും കാലും കഴുകുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ വൃത്തിയാക്കിയിരിക്കുന്നു. കാടുമൂടിയും പായലും മാലിന്യവും നിറഞ്ഞ് ശോചനീയാവസ്ഥയിലായിരുന്ന കുളം രാവിലെ മുതൽ നടന്ന ശ്രമദാനത്തിൽ കാടുവെട്ടിയും പായൽ നീക്കം ചെയ്തും ശുചീകരിച്ചു. പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കുളം മതിൽ കെട്ടിയും പടവുകൾ നിർമ്മിച്ചും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം ഉയർന്നത്. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഹരിദാസ്, കമ്മിറ്റി അംഗങ്ങളായ അനിൽ, രാമകൃഷ്ണൻ, KV ശ്രീധരൻ, ഗംഗാധരൻ, സുരേഷ് കുന്നത്തൊടി, ഉണ്ണി തക്കേതിൽ, രാജൻ, സതീഷ്, ജയരാജൻ, രഘു, നവീൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് കാർഡിയോളജിസ്റ്റുകളെ നിയമിക്കണമെന്ന യൂത്ത് കോൺഗ്രസ്. രോഗികളുടെ ദുരിതം ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു. ആശുപത്രിയിൽ 5 കാർഡിയോളജിസ്റ്റുകൾ വേണ്ട സ്ഥാനത്ത് ആകെയുള്ളത് ഒരു ഡോക്ടർ മാത്രം. പട്ടാമ്പിയിൽ വൻ കഞ്ചാവ് വേട്ട. 12.5 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. പട്ടാമ്പിയിൽ കഴിഞ്ഞ ദിവസം MDMA പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മുള്ളൂർക്കരയിൽ മദ്യവിൽപ്പനയ്ക്കിടെ 78-കാരൻ എക്സൈസിന്റെ പിടിയിൽ. ദേശീയപാത കല്ലിടുക്കിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശി മരിച്ചു. നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ മറ്റൊരു ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ മറ്റൊരാൾക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് തമിഴ്നാട് കാരൂർ സ്വദേശി 40 വയസ്സുള്ള അറുമുഖ സുന്ദര പെരുമാൾ. ലക്കിടി പേരൂർ പഞ്ചായത്തിൽ 52 കോടിയുടെ വാർഷിക ബജറ്റ്. ഭവന നിർമ്മാണത്തിന് പ്രത്യേക ഊന്നൽ. ഉൾനാടൻ ഗതാഗത വികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കും മുൻഗണന. കാത്തിരുന്ന പൂരമെത്തി. ചിനക്കത്തൂരിൽ ആഘോഷ നിറവ്. കുതിരക്കളിയോടെ കാവങ്കണത്തിൽ കാഴ്ചകളുടെ വിസ്മയമുണരും. വർണ്ണാഭമായി ദേശമംഗലം കൊട്ടിപ്പാറയ്ക്കൽ പൂരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.